മുത്തുനബിയുടെ ഷഫാഅത്ത് ഇദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളത് അള്ളാഹ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തട്ടെ. മുത്തുനബിയുടെ ഷഫാഅത്ത് ഇദ്ദേഹത്തിന് ലഭിക്കും എന്നതാണ് രണ്ടാമത്തെ ഗുണം. അള്ളാഹിന്റെ സ്വപ്നം കണ്ടാൽ. മൂന്നാമത്തെ ഗുണം എന്താണ്? യഗ്ഫിറുല്ലാഹു ലഹു വലിവാലിദൈഹി. അള്ളാഹു തആല ഇദ്ദേഹത്തിനും പുറത്തു കൊടുക്കും, ഇദ്ദേഹത്തിന് മാതാപിതാക്കളും പുറത്തു കൊടുക്കും. മാഷാ അല്ലാഹ്. ഒരു വ്യക്തി, നേരത്തെ പറഞ്ഞ ഗുണങ്ങളുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും. ഉമ്മ ഉപ്പയും കൂടി രക്ഷപ്പെട്ടു. അപ്പൊ വലിയ പുരുഷനല്ലേ, അപ്പൊ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചോളി, അത് ആഗ്രഹിക്കാതിരിക്കൊന്നും വേണ്ട. മുത്തുനബിയെ സ്വപ്നം കണ്ടാലേ ഖബർ ശിക്ഷ ഉണ്ടാവില്ല, മനസ്സിലാവുണ്ടോ? പിന്നെന്താണ് അഞ്ചാമത്തത്? ആറാമത്തത്, അന്ത്യനാളിലെ ഭയാനതകളിൽ നിന്നും സംരക്ഷണം ലഭിക്കും. പോരെ, നാളെ മനുഷ്യരുടെ ഭയാനത എല്ലാവരും പേടിച്ചിരിക്കുന്ന ടൈമിൽ ഇദ്ദേഹത്തിന് അതൊന്നും ഉണ്ടാവില്ല. അന്ത്യനാളിലെ ഭയാനകതകളിൽ നിന്നും സംരക്ഷണം അല്ല സംരക്ഷിക്കും ഇദ്ദേഹം, മനസ്സിലാവും. മറ്റതെന്താണ്? ഇരു ലോകത്തും മുത്തബജ്ജിക്കാണ്. ആള് വർക്കത്തുള്ള ആളായി. മുത്തുനബിയെ ഒരാൾ സ്വപ്നം കണ്ടാൽ, നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ആൾ സ്വപ്നം കണ്ടാൽ വർക്കത്തുള്ള ആളായി. എന്തെങ്കിലും വേണ്ടത് അതാ പറയുന്നത്. മുത്തുനബിയെ നമ്മള് ചില കാര്യങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ചില മഹാന്മാര് അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നവരെക്കാൾ ഉന്നത പദവിയിലുള്ള മഹാന്മാരിൽ അള്ളാഹിന്റെ റസൂലിനെ തീരെ കാണാത്തവരുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ട് കാരണത്താൽ അവരെങ്ങാനും അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റൂല. അവരുടെ ആകെ അവർ തളർന്നു പോകും. അങ്ങനെ അവര് എല്ലാവിധ സന്തുലിതാവസ്ഥ അവർ നഷ്ടപ്പെട്ടു പോകും. അവർക്ക് താങ്ങാൻ പറ്റൂല. അത് കാരണത്താൽ ചിലപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്യും? റഹ്മ ചെയ്ത്, അല്ലെങ്കിൽ മുത്തുനബി അവരോടുള്ള സ്നേഹം കാണത്താൽ അവരിലേക്ക് പ്രത്യക്ഷപ്പെടില്ല. അള്ളാഹുന്റെ റസൂൽ അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين. الحمد لله رب العالمين. അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഫക്കീർ എത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേ കുറച്ച് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, വീഡിയോയിലൂടെ ഒക്കെ നിങ്ങളിലേക്ക് മുത്തുനബിയുടെ ദർശനത്തിനോടനുബന്ധിച്ച് സംസാരിച്ചിരുന്നു. പൊന്നാനിയില് അള്ളാന്റെ ഹൗല ഖുവ്വത്ത് മീലാദുൻ നബി പ്രോഗ്രാമിന് സംസാരിച്ച വിഷയം. അപ്പോ അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ വരാനിടയുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ള വിധത്തില് ചിലപ്പം അവര് എന്താ പറയാ തെറ്റായ ഫഹ്മ് എടുക്കാൻ സാധ്യത. അപ്പൊ അത് തിരുത്താൻ കൂടിയാണ്. അങ്ങനെ വല്ലവരും അങ്ങനെ തെറ്റായിട്ട് സുഉൽ ഫഹ്മ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വിശദീകരണം നൽകാനാണ് പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞത്, അതായത് ഒരു പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന പല ആളുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്ന പല പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും അവരിൽ കാണുന്നു. അവര് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു അല്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആളുകൾ എന്താവും? കൺഫ്യൂഷൻ ആവാണ്. ഇതെന്താണ് സംഭവം? ഇദ്ദേഹം കണ്ട സ്വപ്നം ശരിയാണോ? ഇദ്ദേഹം പറയണത് തെറ്റുണ്ടോ? സ്വപ്നം കണ്ടാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ അദ്ദേഹം തുടർന്നു കൊണ്ടിരിക്കുന്ന ആ മോശമായ പ്രവർത്തനം, അല്ലെങ്കിൽ ആ അക്രമം, അല്ലെങ്കിൽ ആ ദുശ്ശീലം, അത് ചെയ്യുമ്പോഴും റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നുവോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ട ഒരു പ്രവർത്തനമാണെങ്കിൽ നമുക്കും അത് ചെയ്താൽ എന്താ? അങ്ങനെ ഈ വിഷയം കൊണ്ട് പലരും പല വിധത്തിലും തിന്മയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ആളുകളാണെങ്കിലോ ഇതിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ സ്വപ്നത്തിൽ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അവരിൽ അങ്ങനത്തെ ഇതൊന്നും കാണാനില്ല. അവര് അയൽവാസികളോട് വളരെ മോശമായി പെരുമാറുന്നവരാണ്, ഇന്നമായി പെരുമാറുന്നവരാണ്, ഇന്ന ദുസ്വഭാവം വരുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ എങ്ങനെ വിശ്വസിക്കുകയാണ്? അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു വിഷയം മഹാന്മാര് പറഞ്ഞതിൽ നിന്ന്, അതായത് മഹാന്മാര് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സ്വപ്നം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. അത് വിശ്വാസി മാത്രമല്ല അവിശ്വാസിയും കാണാം. ഫാസിഖായ മനുഷ്യനും കാണാം, ഫാജിറായ മനുഷ്യനും കാണാം. കള്ളുകൂടിയം കണ്ടെന്ന് വരാം, വ്യഭിചാരി കണ്ടെന്ന് വരാം, മുശ്രിക്ക് കണ്ടെന്ന് വരാം. ഇതൊക്കെ കാണാം. അത് അള്ളാന്റെ റസൂലിനെ കണ്ട് എന്നുള്ളത്, ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുന്നതിനെ സംബന്ധിച്ചിട്ട് തന്നെ ഇമാം ഗസാലി ഇമാം അത് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് ഇഹ്യയിലൊക്കെ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അതിനെ സംബന്ധിച്ചിട്ട് ചെറിയൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഗസാലി ഇമാം ഒക്കെ പറയുന്നത്, ഈ സ്വപ്നം ഒരാള് പറയുമ്പോൾ, കണ്ടു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവരുടെ ഭാഷ, അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അതായത് ഒരു മുസ്ലിം ഒരു നല്ല സ്വപ്നം നുബൂവത്തിന്റെ 46 അംശങ്ങളിലുള്ള ഒരു അംശമാണ്, ഹദീസാണ്. അപ്പൊ നല്ല സ്വപ്നം എന്ന് പറയുന്നത് തന്നെ, നല്ലത് എന്ന് പറയുന്നത് തന്നെ വിശ്വാസിക്കുള്ള സ്വപ്നമാണ്, ഒരു മുസ്ലിമിന്റെ സ്വപ്നമാണ്, അല്ലെ? മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുമ്പോൾ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതിന്റെ, അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസ് വെച്ചാണ് അതിനൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പരിഗണിക്കുക. അള്ളാഹുന്റെ റസൂൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി വയദിഹി. മുസൽമാൻ എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തനാണ്, സലിമൽ മുസ്ലിമൂന മറ്റുള്ള ആളുകളെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു, മറ്റുള്ള മുസ്ലിമീങ്ങളെല്ലാം രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ റസൂൽ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു, ബിലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ട് അവന്റെ കരങ്ങളൊക്കെ, അല്ലെ? അപ്പൊ ഈ ഹദീസിലുള്ളത് നല്ല സ്വപ്നം നുബുവത്തിന്, അത് വിശ്വാസികളോട് ബന്ധപ്പെട്ടിട്ടാ പറയുന്നത്. അപ്പൊ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇങ്ങനെ 40 നുബുവത്തിന്റെ ഒക്കെ 46 അംശത്തിൽ ഒരു അംശമൊക്കെ ആവണമെങ്കിൽ ആ സ്വപ്നം എങ്ങനത്തതാണ്? അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്രകാരത്തിലുള്ള സ്വപ്നം ഹൃദയത്തിന്റെ മറ മാറിയവർക്കാണ് കരഗതമാവുക. ഈ നുബുവത്തിന്റെ 46 അംശത്തിലുള്ള ഒരു അംശം എന്ന് പറയുന്ന സ്വപ്നം ഉണ്ടല്ലോ, അത് ഹൃദയത്തിന്റെ മറകൾ മാറിയവർ കരഗതമാകുന്നതാണ്. അതായത് ഈ ദുനിയാവിന്റെ മഹബത്ത്, ജാഹിനോടുള്ള ഹബ്ബ്, ഇതെല്ലാം പോയി ദുനിയാവിനോടുള്ള ആസക്തിയൊക്കെ പോയി അല്ലാഹു തആലയുടെ നൂറ് തജല്ലി കാണുന്ന അവസ്ഥയിലേക്ക് ഹൃദയം എത്തിയ ആളുകൾ ഉണ്ടാവും. അല്ലാഹു തആലയുടെ മാരിഫത്ത് കൊണ്ട് നൂറ് തജല്ലി കാണും, അത് മറകൾ മൂടി മാറ്റപ്പെടണം. അങ്ങനത്തെ ആളുകൾ കരഗതാവുന്നതാണ് ഇങ്ങനത്തുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും നല്ല സ്വപ്നം എന്ന് പറയുന്നത് നല്ല ആളുകൾക്കുള്ള സ്വപ്നം. ആ നല്ല എന്ന് പറഞ്ഞാൽ മുത്തുനബി നല്ലത് എന്ന് പറഞ്ഞ ആളുകളാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനത്തെ വ്യക്തികളുടെ സ്വപ്നങ്ങൾ ആണ് അത്. എന്നിട്ട് മഹാനവറുകള് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അതിനാൽ സത്യസന്ധനായ നല്ല വ്യക്തികളിൽ നിന്ന് മാത്രമേ സ്വപ്നം എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിശ്വസിക്കാൻ പാടുള്ളൂ. സത്യസന്ധരായ നല്ല വ്യക്തികളിൽ നിന്നല്ലാത്ത സ്വപ്നം വിശ്വസിക്കേണ്ട. അതുപോലെ തന്നെ മഹാനവറുകൾ പറയുന്നത്, ധാരാളം കള്ളം പറയുന്ന സ്വപ്നങ്ങൾ സത്യമായി എടുക്കരുത്. ധാരാളം കള്ളം പറയുന്ന ആളുകളെ സ്വപ്നങ്ങൾ സത്യമായി എടുക്കരുത് എന്ന് ആര് പറയാണ്? ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഈ സ്വപ്നം കണ്ടാണ് നമ്മൾ വേറെ ആളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലുപരി ഈ സ്വപ്നം കാണുന്ന ആള് ഒന്ന് ചിന്തിക്കണം, ഞാൻ ഏത് കാറ്റഗറിയിലാണ്, ഞാൻ സത്യസന്ധനാണോ, എന്തിലൊക്കെ സത്യസന്ധനാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ, റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ, മറ്റു ജനങ്ങളോടുള്ള പണ ഇടപാടുകളുടെ കാര്യത്തിൽ, ഭാര്യയുമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, മാതാപിതാക്കള്, ഇങ്ങനെ ഓരോന്ന് നമ്മൾ സ്വന്തം ചിന്തിച്ചാൽ മതി, മറ്റുള്ളവരിലേക്ക് ചിന്തിക്കണം. നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ മറ്റുള്ളതിനൊക്കെ താബീറുണ്ട്, വ്യാഖ്യാനിക്കേണ്ടി വരും എന്നാണ് ഗസാലി ഇമാം പറയുന്നത് ഉദ്ദേശം. അത് അങ്ങനെ തന്നെ സത്യമായി എടുക്കണ്ട. ഒരു സ്വപ്നം ഒരാൾ അള്ളാന്റെ റസൂലിനെ കണ്ടു, കാണില്ല എന്നൊന്നും മൂപ്പര് പറയണില്ല, അത് മഹാന്മാരും പറയണില്ല. എന്താണ് ദോഷിയും പാപിയൊന്നും സ്വപ്നം കാണൂല എന്നൊന്നുമില്ല. പക്ഷെ സത്യമായി എടുക്കണമെങ്കിൽ ധാരാളം കള്ളം പറയുന്ന ആളുകളുടെ സ്വപ്നം സത്യമായി എടുക്കാൻ പാടില്ല എന്നാണ്.
ഹൃദയശുദ്ധി ഇല്ലാത്തവരുടെ സ്വപ്നങ്ങൾ പലപ്പോഴും കിനാവുകളാവുന്ന പറയുന്നത്. ഹൃദയശുദ്ധിയാണ്. ഹൃദയശുദ്ധി വരണം. ഞാൻ പറഞ്ഞില്ല, അള്ളാഹു താല നൂറുത്തജിൽ വെളിപ്പെടണമെങ്കിൽ ഇയാളെ ഹൃദയം ശുദ്ധി ആവണതിനനുസരിച്ചാണ്. ഒരാളോട് അസൂയ ഉണ്ടാവാൻ പാടില്ല, അനുമണിക്കൂക്ക് കിബറുണ്ടാവാൻ പാടില്ല, അദ്ദേഹത്തിന് ഒഴിജിബ് ഉണ്ടാവാൻ പാടില്ല, സ്വന്തത്തിലുള്ള ഒഴിജിബ് ഉണ്ടാവാൻ പാടില്ല, ഉൾനാട്ടി ഉണ്ടാവാൻ പാടില്ല, റിയ ഉണ്ടാവാൻ പാടില്ല, ജനങ്ങളുടെ പ്രശസ്തിയും ഇതൊന്നും പ്രസിദ്ധിയൊന്നും ആഗ്രഹിക്കുന്ന ആളാവാൻ പാടില്ല, ഹൃദയശുദ്ധി, ദുനിയാവിലെ ഹബ്ബ് ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നും ബാക്കിയായിട്ട് ഒരാളത് നമുക്ക് ബാക്കിയായിട്ട് എല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റില്ല. മനസ്സിലാവുന്ന അതൊക്കെ ഓരോരുത്തരും ഉള്ള. അപ്പൊ നമ്മളിലേക്ക് ചിന്തിക്കുക, നമ്മൾക്ക് ഉണ്ടോ ഇല്ലയോ. അതാണ് നമ്മളിൽ എങ്ങനെ നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവർക്ക് ബാഹ്യം കണ്ടിട്ട് നമുക്ക് വിധിക്കാനൊന്നും പറ്റില്ല. അയാൾ രീയാകാരനാണ്, അയാൾ അഹങ്കാരിയാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ചില ആളുകളെ ബാഹ്യം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. അയാളുടെ ഉള്ളിന്റെ ഹൃദയം നമ്മൾ കീറി നോക്കിയിട്ടില്ല. അയാളെ നീയത്ത് എന്താണ് നമുക്കറിയില്ല. മനസ്സിലാവുന്ന അപ്പൊ അതാണ് പറയുന്നത്. ഇപ്പോ മഹാന്മാരായ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അതുപോലുള്ള മഹാന്മാരായ മശായിഖന്മാർ, അവര് പറഞ്ഞു ഞാൻ റബ്ബിയ ശൈഖാണ്, കാമിലായ ശൈഖാണ്. മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ എന്താ പറയാ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ടിരിക്കുന്നു, എന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരിക, ഞാൻ എന്റെ ഉപ്പാപ്പാന്റെ കദമിലാണ്. ഇങ്ങനെ മൊഹീദ്ദീൻ ശൈഖ് എന്തൊക്കെയാ പറയുന്നത്, ഖദമി അലാ റഖബതി കുല്ലി ഔലിയ ഇല്ല കുല്ലി വലിയില്ല, എല്ലാ ഔലിയാക്കളുടെ പെരടിയുടെ മേലെ അള്ളാഹുവിന് എന്റെ കദമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതോ റിയാവ് കൊണ്ടാണ്, കിബർ കൊണ്ടാണെന്നും അഹങ്കാരിയായിട്ടാ പറയണമെന്നും പറയാൻ പറ്റില്ല. അത് അവര് ഹൃദയശുദ്ധിയായി അത്രയും ശുദ്ധിയായവരാണ്. അള്ളാഹിന്റെ കൽപ്പന പറയാൻ പറഞ്ഞാണ്. അപ്പൊ ഒരാളെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മുടെ ഒരാളെ വിലയിരുത്തണം. നമ്മളിലേക്ക് നോക്കാം. നമ്മുടെ സ്വപ്നം കാണും, അതിനാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ കാണുമ്പോഴത്തിന് നമ്മളെ വിലയിരുത്താനപ്പോ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കണം. വിഷയങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയശുദ്ധി ഇല്ലാത്ത ആളുകളുടെ സ്വപ്നങ്ങൾ പലപ്പോഴും പാഴ്ക്കിനാവാൻ സാധ്യതയുണ്ട്. കാരണം ഹൃദയത്തിലാണ് ഈ ആത്മീയമായി നടക്കുന്ന സ്വപ്നങ്ങൾ പല വിധത്തിലുണ്ട്. അതില് ആത്മീയമായിട്ടുള്ള ആ സ്വപ്നങ്ങൾ, ആത്മാവ് വഴിയായി വരുന്ന ഈ സ്വപ്നങ്ങൾ ഖിയാലി ആയിട്ടുള്ളതും വരാം. ഖിയാലിയായ തഖയ്യുലാണെങ്കിലും മുത്തനബിയുടെ സൂറത്ത് തഖയ്യുലായിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതൊക്കെ നല്ല തന്നെ, ബർക്കത്ത് തന്നെയാണ്. പക്ഷെ ഇത് ഹൃദയത്തിലാണ് എന്താവുന്നത്, ഇത് വരുന്നത്. ഹൃദയം ശുദ്ധിയുള്ളവരുടേത് ശരിക്കും എന്ത് ചെയ്യാൻ പാടുള്ളൂ, സത്യമാക്കാൻ പാടുള്ളൂ, സത്യമായി എടുക്കാൻ പാടുള്ളൂ. ആ മുത്തനബി അദ്ദേഹം സ്വപ്നം കാണുന്ന പറഞ്ഞ സത്യമായി എടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് എടുക്കാൻ പറ്റും. അതാണ് പറയുന്നത്. സ്വപ്നങ്ങൾ പല വിധത്തിലാവാം. അതായത് അവിശ്വാസി സ്വപ്നം കാണാം. അത് സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ മുത്തനബിയെ കാണുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 വിധമാണ്. ഒന്ന്, ഇയാൾ ആഖിബത്ത് നന്നാവാൻ കാരണമാവും മുത്തനബിയെ സ്വപ്നം കണ്ടാൽ. അങ്ങനത്തെ സ്വപ്നം, ആ സ്വപ്നം മുത്തനബി ഒരാൾ സ്വപ്നം കണ്ട അയാളുടെ ആഖിബത്ത് നന്നാവും. രണ്ടാമത്തേത് ശിക്ഷയുടെ മുന്നറിയിപ്പായിട്ടും കാണും. മുത്തനബിയാണ് സ്വപ്നം കാണും, പക്ഷെ ശിക്ഷയുടെ മുന്നറിയിപ്പായിട്ടാണ് ഈ സ്വപ്നം കാണുന്നത്. ഇദ്ദേഹത്തിന് ശിക്ഷ വരാൻ സാധ്യത മുത്തനബിയെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ എങ്ങനെയപ്പോ നമ്മൾ എന്തിച്ചിട്ടാണ് ഇപ്പൊ ഈ പറയുന്നത്? ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരായ മശായിഖന്മാരെ അടുത്ത് പോയി പറയണം. അല്ലെങ്കിൽ സ്വപ്നം പറയാൻ തന്നെ ആരോടാ പാടും? എല്ലാവർക്കും ഇങ്ങനെ വ്യാപകമായിട്ട് പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ അള്ളാന്റെ ഇതിന് കിട്ടണം, എനിക്ക് ആ പദവിയിൽ എത്തണം, അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഇൽഹാം ഉണ്ടാവണം, ഈ പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ടുള്ള ബോധനം ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വേണം. അതല്ലെങ്കിൽ തന്റെ മശായിഖന്മാരുടെ ഭാഗത്ത് നിന്ന് ഇജാസത്ത് വേണം. സ്വപ്നം പറയണമെങ്കിൽ മശായിഖന്മാരുടെ ഭാഗത്ത് നിന്ന്, ഗുരുനാഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഇജാസത്ത് വേണം. സ്വപ്നം ആരോടെ പറയാ? സ്വപ്നം പറയാൻ തന്നെ തന്റെ ഉമ്മയോടും ഉപ്പയോടും പറയാം. പിന്നെ ആരോട് പറയാ? അത്രക്ക് ആത്മാർത്ഥമായിട്ടുള്ള തന്നെ സ്നേഹിക്കുന്ന സ്നേഹിതനോട് പറയാം. ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്ന സ്നേഹിതനോട് പറയാം. പിന്നെ ആരോടാ പറയാ? പിന്നെ തന്റെ ആത്മീയ ഗുരുവിനോട് പറയാം. പിന്നെ ആരോടാ പറയേണ്ടത്? ബുദ്ധിമാനായ, അഹങ്കാരമില്ലാത്ത, തന്നോട് അസൂയയില്ലാത്ത വ്യക്തിയോടും പറയാം. വിശ്വാസികളോട് പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. അല്ലാത്തവരോടൊന്നും സ്വപ്നം പറയരുത്, അത് നേരെ വിട്ടുവരും. അത് വേണ്ട വിധത്തിലാവില്ല. കാരണം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമുക്ക് അറിയില്ല. ഇത് ശിക്ഷയുടെ മുന്നറിയിപ്പായിട്ട് സ്വപ്നം ഉണ്ടാവാം.
അതുപോലെ തന്നെ പിന്നെ ഹിദായത്തിനായിട്ട് സ്വപ്നം ഉണ്ടാവാം. അത് അവിശ്വാസികൾ ചിലപ്പോൾ മുത്തുനബിയെ സ്വപ്നം കണ്ടിട്ട് അവർക്ക് ഹിദായത്തിൽ കിട്ടും. ചില അവിശ്വാസികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു താല അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതെന്തെങ്കിലും ഒരു കർമ്മങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവാം, എന്തെങ്കിലും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹിന്റെ റസൂലിന് സ്വപ്നം കാണും, അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ ഹിദായത്തിന് വേണ്ടിയുള്ള സ്വപ്നമുണ്ട്. എന്നാൽ ശിക്ഷയുടെ മുന്നറിയിപ്പായിട്ട് സ്വപ്നമുണ്ട്. അത് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വപ്ന വ്യാഖ്യാനത്തിൽ കാണാം. ഒരു ഫാസിഖും ഫാജിറുമായ മനുഷ്യൻ, ഫാസിഖ് ഫാജിർ നിത്യദോഷി, ധിക്കാരപൂർവം അയാള് വെറും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, തൗബയില്ലാതെ അങ്ങനെ ധിക്കാരത്തോടെ ചെയ്യുന്ന ഒരാള് അയാളുടെ വീടിന്റെ മുന്നിൽ അയാൾ സ്വപ്നം കാണാണ് തന്റെ വീടിന്റെ മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വന്നിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വീട് നശിക്കും എന്നാണ് അതിനർത്ഥം. ആ കത്തി അമരുന്നൊക്കെ കാണും, ആ വീട് കത്തി ചമ്പലാവും. മുത്തുനബിയെ കണ്ടത് എന്നാ മുത്തുനബി ആയിട്ട് തന്നെ കണ്ടത്. ഇയാൾ വിശ്വാസിയാണ്, പക്ഷെ പാപിയാണ്, ദോഷിയാണ്, ഇയാൾ പല ദോഷങ്ങളും പാപങ്ങളും ഉണ്ട്. ആ ആള് മുത്തുനബിയെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വീട് നശിക്കുന്ന, ആ വീട് കത്തി ചാമ്പലാവുക എന്നൊക്കെ. അപ്പോഴോ അതാ പറയണത്, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാന് പ്രഭാഷണത്തില് പറഞ്ഞതിന്റെ ഉദ്ദേശം മുത്തുനബിയെ സ്വപ്നം കണ്ടതൊക്കെ മോശമാണ് അങ്ങനെ പറയാനല്ല. മുത്തുനബിയെ സ്വപ്നം കാണുന്നത് വല്ലാത്ത പദവിയാണ്, മഹത്തായ പദവിയാണ്. വിശ്വാസിയായ മനുഷ്യര് മുത്തുനബിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാല് വലിയ പദവിയുള്ള കാര്യമാണ് അത്. അള്ളാഹിന്റെ റസൂലിന്റെ കോലത്തിൽ ഒരാൾ പിശാചിന് വരാൻ പറ്റൂല, അത് ഉറപ്പ്, അത് ഉറപ്പ്. പിന്നെ നിങ്ങളുടെ ദർപ്പണം അനുസരിച്ചുണ്ടാവും. നമ്മുടെ കൽബ് ഒരു കണ്ണടിയാണ്. ഇതില് എങ്ങനെയാണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ഏതൊരു മഹാനുണ്ടല്ലോ, ആ മഹാന് അവരുടെ ഗ്രന്ഥകർത്താവിന്റെ പേര് ഓർമ്മ വരുന്നില്ല. മഫാത്തിഹുൽ മഫാത്തിഹ് എന്ന കിതാബില് ആ ഗ്രന്ഥകർത്താവ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിൽ പറയുന്നുണ്ട്, അതായത് ചിലരുടെ ദർശനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ വിശേഷണങ്ങളിൽ അപൂർണത കണ്ടേക്കാം. ചിലർ അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നുണ്ട്, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ രൂപവിശേഷണങ്ങളും ആ ഗുണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ആ സ്വഭാവം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഗുണങ്ങള് അതിൽ കാണുന്നില്ല, ഈ സ്വപ്നത്തിൽ കാണുന്നില്ല മുത്തുനബിയിൽ. അതാ പറഞ്ഞത്, ചിലരുടെ ദർശനത്തില് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതില് അവരുടെ മഹത്തായ വിശേഷണങ്ങളിൽ അപൂർണത കണ്ടേക്കാം. പൂർണ്ണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ എങ്ങനെയാണോ നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് എന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത്. അങ്ങനെയാണ്, അപൂർണത കണ്ടേക്കാം. അങ്ങനെ ആവുമ്പോൾ നേർമാർഗത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. ഇദ്ദേഹം വഴികേടില പോണെന്നാ പ്രതിഫലിക്കുന്നത്. ഇത് വിശ്വാസിയുടെ സ്വപ്നത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഫാത്തി എന്ന കിതാബിൽ മഹാനവറുകൾ പറയുകയാണ്, ആ ഗ്രന്ഥകർത്താവ് പറയുകയാണ്, എന്താണ് ഈ ചിലരുടെ സ്വപ്നത്തില് ഒരു വ്യക്തി സ്വപ്നം കാണാൻ, ഞാനതിനെ വിശദീകരിക്കണം. ആ സ്വപ്നത്തില് കിതാബിലും മറ്റും ഹദീസിലും വന്ന പോലെയുള്ള രൂപത്തിലല്ല റസൂലുള്ളാഹിനെ കാണുന്നത്. ഉദാഹരണം, അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹിനോട് പറഞ്ഞ ഉന്നതമായ സ്വഭാവം ആ സ്വപ്നത്തിൽ മുത്തുനബിയിൽ കാണുന്നില്ല എങ്കിൽ കണ്ടത് ശരി തന്നെയാണ്, പക്ഷെ ഇദ്ദേഹത്തിന്റെ വ്യതിയാനാണ്, സത്യമാർഗത്തിൽ നിന്നുള്ള ഇദ്ദേഹത്തിന്റെ വ്യതിചലനമാണ്, വഴികേടാണ് കാണിക്കുന്നത്. ഇദ്ദേഹം മാറ്റണ്ടാക്കണം. കാരണം റസൂൽ എന്നിട്ട് മഹാനവറുകൾ പറയാണ് എന്ത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടി പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടി പോലെയാണ്. അതില് എന്താ അപ്പൊ നമ്മളെ കണ്ണാടി അനുസരിച്ച് ഹൃദയത്തിൽ പറഞ്ഞ ഹൃദയ ശുദ്ധി വേണം. സ്വപ്നം ശരിയായ നിലക്ക് നമ്മള് സത്യമായിട്ട് പുലരണമെങ്കിൽ ഒന്ന് ഹൃദയശുദ്ധി വേണം. ഇയാളെ ഹൃദയം നല്ല ശുദ്ധമായ ഹൃദയമുള്ളതിൽ നല്ല കണ്ണാടിയായിരിക്കും, അതിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. മറ്റത് ഇപ്പൊ നമ്മളെ രൂപം തന്നെ നല്ല ക്ലിയർ, കണ്ണാടിയിൽ ഒരു എന്താ അഴുക്കും സ്ക്രാച്ചും ഒന്നും ഇല്ലാത്ത കണ്ണാടി നമ്മളത് കൃത്യമായിട്ട് കാണാൻ പറ്റണം. അതേ സ്ഥാനത്ത് ചളി പിടിച്ച ഒരു കണ്ണാടി ഇട്ട് അതിൽ നമ്മൾ നോക്കും മുഖം, നമ്മളെ മുഖം അതുപോലെ കണ്ടുകൊള്ളുന്നില്ല. അതുപോലെ ചില കണ്ണാടികൾ അതിന്റെ മുന്നിൽ നിന്ന് നമ്മൾ നീണ്ടു പോകും. ചില കണ്ണാടികൾ മുന്നിൽ കാണാം നമ്മളിങ്ങനെ പരന്ന് ഉണ്ട പോലെ ഇങ്ങനെ ഉരുണ്ട് കാണാം. അതാ കണ്ണാടിയുടെ പ്രശ്നം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. മുത്തുനബിയെ കണ്ടത് സത്യം തന്നെയാണ് എന്ന്, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധി ഇല്ലാത്തത് കാരണത്താൽ അതിൽ പല വിധത്തിലും കാണാം. അതൊക്കെ മുത്തുനബിയുടെ മേലെ ചെലുത്തണ്ടെന്നാ പറഞ്ഞത്. അതിലൂടെ നിങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മുത്തുനബിയുടെ മേലെ എന്ത് ചെയ്യണ്ട,
പറയണ്ടെന്നാ പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പീക്കറിലൂടെ സംസാരിക്കുകയാണ്. അപ്പൊ സ്പീക്കറിലൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹുമാനികളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര കൂട്ടാനനുസരിച്ച് ഇവിടെ ഗളെ 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 ഗളെ, അത് നിങ്ങൾ ഗളെ 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 എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. സംസാരത്തിൽ പോലും വ്യത്യാസം വന്നത് മൈക്കിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്ട് ഉള്ള മൈക്ക്. നിങ്ങൾ സംസാരിക്കുമ്പോൾ കര 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 കര. അപ്പൊ ആളുകൾ പറയാണ് ഈ മനുഷ്യനെന്ത് ഇങ്ങനെ സംസാരിക്കും, മൂപ്പർക്ക് എന്ത് ജലദോഷം ഉണ്ടാവും, മൂപ്പർക്ക് എന്താ പ്രശ്നം, മൂപ്പര് കര 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 എന്നാണ് മൂപ്പര് സംസാരം വരുന്നത്. അല്ല, അത് ഇദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ പ്രശ്നമല്ല, ഈ മൈക്കിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ മുത്തുനബിയുടെ സംസാരം പോലും, മുത്തുനബി നിങ്ങളോട് സംസാരിക്കണത് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നത് നിങ്ങളെ ഹൃദയത്തിന്റെ പ്രശ്നം കാരണത്താൽ അതേപോലെ തന്നെ ആയിക്കൊള്ളുന്നില്ല. അതാ പറഞ്ഞ വ്യാഖ്യാനം വേണ്ടി വരുവാണ്. അതാ പറഞ്ഞ ധാരാളം കളവ് പറയുന്ന ആളുകളുടെ സ്വപ്നം സത്യാക്കാൻ പറ്റില്ല എന്നറിയണം. ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയശുദ്ധി ആദ്യം ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതൊക്കെ ക്ലിയർ തന്നെയാണ്, പക്ഷെ അത് നിന്റെ കണ്ണാടി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരാള് നബി സല്ലല്ലാഹു മഹാന്മാര് പറയണ സലീമാ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വപ്നം കാണാണ്, മെലിഞ്ഞിട്ട സ്വപ്നം കാണുന്നത്. മെലിഞ്ഞ അവസ്ഥയിൽ സ്വപ്നം കണ്ടാണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ദീനിലുള്ള ശോചനീയ അവസ്ഥയാണ് കാണുന്നത്, ഈമാന്റെ ശോചനീയ അവസ്ഥയാണ് കാണുന്നത്. അത് ഈമാൻ നന്നാക്കാനുള്ള മുന്നറിയിപ്പാണത്, അല്ലെങ്കിൽ അതിൻ്റെതായ ശിക്ഷനൊക്കെ ഇറങ്ങാൻ സാധ്യത എന്തെന്നാണത്. അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ വളരെ മോശമായ ഒരു രൂപത്തിൽ കണ്ടു, നീ ദീനിനെ, അള്ളാന്റെ റസൂലിന്റെ ദീനിനെ നീ ആ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്, വളരെ നിന്റെ ദീനിനെ നീ വികൃതാക്കിയിട്ടുണ്ട്, മുത്തുനബിയുടെ ശരീരത്തിന് മേലെ കരിവാരി തെച്ചിട്ടുണ്ട്, നീ അതിനെ വളരെ വികൃതാക്കിയിട്ടുണ്ട് മുത്തുനബിയുടെ ശരീരത്തിനെ. അതാണ് കണ്ടത്, മുത്തുനബിയെ വേറെ രൂപത്തിൽ കണ്ടത്, വികൃതമായ രൂപത്തിൽ കണ്ടത്. മുത്തുനബിക്കല്ല പ്രശ്നം, നിന്റെ കണ്ണാടിക്ക പ്രശ്നം. അപ്പൊ കണ്ടു എന്ന് പറഞ്ഞ മുത്തുനബിനെ കണ്ട തന്നെയാണ് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതില് ഹദീസിൽ കാണാൻ സാധിക്കുമല്ലോ. നമ്മളെ കേട്ട ഹദീസ് തന്നെയാണ്, മുസ്ലിം ഷരീഫിലുള്ള ഒരു ഹദീസ്. മനസ്സിലാവുന്ന മുസ്ലിം ഷരീഫിൽ ആ ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖൻ ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. മൻ റആനി ഫിൽ മനാമി, ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ, ഫഖദ് റആനി ഹഖ്ഖൻ, അവൻ സത്യമായും എന്നെ തന്നെയാണ് കണ്ടത്. അള്ളാന്റെ റസൂൽ റവാഹു മുസ്ലിം, സ്വഹീഹാണ് ഹദീസ്. അള്ളാന്റെ റസൂലെ പറയണത് അവൻ കണ്ടത് സത്യം തന്നെയാണ്. പിന്നെ പറയണത് എന്താ അള്ളാന്റെ റസൂൽ, ഫഇന്ന ശൈത്വാന, തീർച്ചയായും ശൈത്വാന് ലാ യതമസ്സലു ബി, എന്നെ കൊണ്ട് ശൈത്താന് എന്ത് ചെയ്യാൻ പറ്റില്ല, രൂപം പ്രാപിക്കാൻ പറ്റില്ല. അള്ളാന്റെ റസൂലിനെ കൊണ്ട് രൂപത്തിൽ വരാൻ, റസൂലിന്റെ രൂപം കൊണ്ട് ശൈത്താൻ വരാൻ പറ്റില്ല. പിന്നെ നീ വികൃതമായി കാണുന്നത് എന്താണ്? വിശദീകരണം. പിന്നെ നീ വികൃതമായി നിന്റെ കണ്ണാടിന്റെ കുഴപ്പമാണ്, നിന്റെ ഹൃദയത്തിന്റെ കുഴപ്പമാണെന്ന് അർത്ഥം. ദീപത്ത് പറയാ, നമീമത്ത് പറയാ, മറ്റുള്ളവരോട് അസൂയ വെക്കുക, അഹങ്കാരം, ഉൾനാട്യം, ഗർവ്, എല്ലാം തനിക്കാക്കാനുള്ള മോഹം, ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത്, നിഫാഖ്, ഇർത്തിദാദ്, ഇനി ഒന്നുമില്ല, എല്ലാ വലയം വെട്ടി ഇതിന്റെ ഉള്ളിലുണ്ട് ഹൃദയത്തിൽ. അങ്ങനത്തെ ഒരാൾ മുത്തുനബിനെ കുറെ സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ മുത്തുനബിയോട് ഹുബ്ബുണ്ട് അയാൾക്ക്, സ്വലാത്ത് ചൊല്ലി, അതൊക്കെ ആയിട്ട് ഏതായാലും ശരി അള്ളാഹ് തൗഫീഖ് ചെയ്ത് സ്വപ്നം കണ്ടു എങ്കിൽ അയാള് ഹൃദയത്തിൽ ഈ രോഗങ്ങളൊക്കെ ഉള്ള ഒരാള് മുത്തുനബിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ പ്രശ്നം കാരണത്താൽ അത് എങ്ങനെയാണെന്ന് തന്നെ പറയാൻ പറ്റില്ല, അത് ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ അതിന്റെ ഇടയിൽ കൂടെ മുത്തുനബിനെ കാണുന്നത്. അതാ പറയുന്നത്, വെറുതെ പറയല്ല, മഹാന്മാര് പറഞ്ഞതാണ്. അപ്പോ മറ്റൊരു ഹദീസ്, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ല, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അത് മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ സ്വഹീഹിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ സ്വഹീഹിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണത്? അതുപോലെ തന്നെ മഹാനായ അബൂ ദാവൂദ് അവരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ സ്വഹീഹിൽ, സ്വഹീഹ് അബൂ ദാവൂദ്. മനസ്സിലാവുന്നുണ്ട്? ഏതാണ്? മൻ റആനി ഫിൽ മനാമി, ആരെങ്കിലും സ്വപ്നത്തിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലത്തി, അടുത്ത് തന്നെ അവൻ ഉടനെ എന്താവും, അല്ലെങ്കിൽ അടുത്ത് തന്നെ അവന് എന്നെ ഉണർവിലും കാണും. സ്വപ്നത്തിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉണർവിലും കാണും. അത് ഏതാ? ശുദ്ധമായ ഹൃദയത്തിൽ, പളുങ്ക് പോലത്തെ ഹൃദയത്തില്, ഹൃദയരോഗമൊന്നും ഇല്ലാത്ത, തസ്കിയത്തിൽ നൽകപ്പെട്ട, തസ്ഫിയത്തിൽ നൽകപ്പെട്ട ഹൃദയത്തിൽ മുത്തുനബിയാണ്ട് പതിഞ്ഞു കഴിഞ്ഞാൽ, ഓ നൂറല്ലത് മുത്തുനബി ആണ് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് യഖ്ലത്തിലും കാണാൻ പറ്റും, അടുത്ത യഖ്ലത്തിൽ കാണാൻ പറ്റും. മനസ്സിലാവും?
മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, അതായത് കാണാൻ ആഗ്രഹിക്കാൻ പറ്റുന്ന മഹത്തായ പദവിയാണോ അല്ലെ? ഇതൊക്കെയാണ്. മുത്തുനബിയെ കാണല് മഹത്തായ പദവി തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഹൃദയശുദ്ധിയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിയെ കാണുന്ന മഹത്തായ പദവി തന്നെയാണ്, എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി അടുത്ത ഹദീസ് ബുഖാരിയും മുസ്ലിം ഇമാമും റഹിമഹുമുള്ള മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സ്വഹീഹ്. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല യഅതിയന്ന അലാ അഹദികും സമാനു ല അൻ യറാനി അഹബ്ബു ഇലൈഹി മിൻ അൻ യകൂന ലഹു മിസ്ലു അഹ്ലിഹി വമാലിഹി. എന്താണത്? വല യഅതിയന്ന അലാ അഹദികും സമാനു, ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു കാലം വരാനിരിക്കുന്നുണ്ട് എന്ന് പറയണം. എന്താണ് റസൂൽ? നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, അന്ന് നിങ്ങളിൽ ഒരാൾക്ക് എന്നെ കാണുക എന്നത് തനിക്ക് കുടുംബവും ധനവും ഉണ്ടാകുന്നതിനേക്കാൾ പ്രിയങ്കരായിരിക്കും. ആ കാലത്ത് നിങ്ങളിൽ ഒരാൾക്ക് എന്നെ കാണാന്ന് പറഞ്ഞാൽ ധനവും കുടുംബവും ഉണ്ടാകുന്നതിനേക്കാൾ പ്രിയങ്കരം എന്തായിരിക്കും? അള്ളാഹുവിന്റെ റസൂലിനെ കാണലായിരിക്കും. അതായത് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി ധനവും, അതായത് പണവും സമ്പത്തും അതുപോലെ സ്വന്തം കുടുംബത്തിനെ തന്നെ വേണമെങ്കിൽ ബലിയർപ്പിക്കും. മുത്തുനബിയെ കണ്ടാൽ മതി. അങ്ങനത്തെ ഒരു കാലം വരാണ്ട് മുത്തിയപ്പോ കാണാൻ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാലം വരെയാണ്. അപ്പൊ ഒരു മഹത്താണ് പറയണത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സന്തോഷിച്ചോളി, വളരെയധികം സന്തോഷിക്കണം. അൽഹംദുലില്ലാഹ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസം അള്ളാഹുവിന്റെ സ്വപ്നം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറേ ഗുണങ്ങൾ മഹാന്മാര് വിവരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടാവും. എന്തൊക്കെയാണ് മുത്തഖിയായ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടാലുള്ള ഗുണം എന്താ? ഒന്ന്, ഒരു മുത്തഖിയായ മനുഷ്യൻ, അതായത് ഒരു വിശ്വാസി, മുത്തഖി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരാശരി തെറ്റുവെങ്കിലും ഉണ്ടാവണം, നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടാവണം. ഇത് നന്നാവണല്ലോ, തന്റെ തെറ്റ് മനസ്സിലാക്കണം, എനിക്ക് അതിനെ തെറ്റ് വന്ന ഉടനെ തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിലേക്ക് ആഗ്രഹിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, നന്നാവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതാളാണ് മുത്തഖി. അല്ലാതെ തീരെ പാപം ചെയ്യാത്തവൻ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ വരാൻ മറക്കൊന്നല്ലോ. പക്ഷെ ഇയാൾക്ക് അതിന് വെറുപ്പാണ്. ആ തെറ്റ് വന്നാത്തിന് ഉടനെ തൗബ ചെയ്ത് മടങ്ങും. അയാൾക്ക് വളരെ ഖേദം ഉണ്ടാവും. ഇത് നന്നാണെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്, കഴിഞ്ഞ പരമാവധി സൂക്ഷ്മതയോടെ ജീവിക്കുന്നുണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കണില്ല, അള്ളാഹുവിനും റസൂലും നല്ല വിശ്വാസമുണ്ട്. ഇതാണ് മുത്തഖി. അപ്പൊ ഈ മുത്തഖിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ സ്വപ്നം കണ്ടാൽ വളരെയധികം പോലീഷാണ്. അതാണ് മുത്തഖിയുടെ സ്വപ്നത്തിന് വളരെ പോലീഷുണ്ട്. മുത്തഖിയായ ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണെങ്കിൽ, ഒരു ഈമാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള തെക്കുവയുള്ള ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് 4 or 5 ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹത്തെ ആഖിബത്ത് നന്നാവും. ആ മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് ആഖിബത്ത് നന്നായിരിക്കും. അതിന് സന്തോഷ വാർത്തയാണ്. മഹാന്മാര് പറഞ്ഞിട്ടില്ലേ പരിശുദ്ധ ഖുർആൻ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, സന്തോഷമൊക്കെയും ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് തന്നെയാണ്, മുത്തഖീങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഈ ലഹുമുൽ ബുശ്റ, അൽ ബുശ്റ എന്ന് പറഞ്ഞ അതിനെ സംബന്ധിച്ച് മഹാന്മാർ തഫ്സീർ ചെയ്തത് എന്താണ്? വിശ്വാസി കാണുന്ന നല്ല സ്വപ്നങ്ങളാണ്. നല്ല സ്വപ്നങ്ങൾ അത് മുത്തനബിയുടെ ഹദീസിൽ നിന്നുള്ളതാണ്. ആ നല്ല സ്വപ്നങ്ങൾ അത് എന്താണ്? ബുശ്റയാണ്, സന്തോഷ വാർത്തയാണ് വിശ്വാസികൾ. അപ്പൊ ഏത് സന്തോഷ വാർത്തയാണ്? ഇദ്ദേഹത്തിന്റെ മരണം നന്നാവും, ഇദ്ദേഹത്തിന് ആഖിബത്ത് നന്നാകും എന്നതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണ്? ശഫാഅത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹത്തിന്റെ മേൽ നബിയുടെ ശഫാഅത്ത്, അദ്ദേഹം അതിന് അർഹനായി. മുത്തുനബിയുടെ ശഫാഅത്ത് ഇദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളതിന് അള്ളാഹ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തട്ടെ. മുത്തുനബിയുടെ ശഫാഅത്ത് ഇദ്ദേഹത്തിന് ലഭിക്കും എന്നതാണ് രണ്ടാമത്തെ ഗുണം. അള്ളാഹുവിന്റെ സ്വപ്നം കണ്ടാൽ. മൂന്നാമത്തെ ഗുണം എന്താണ്? യഗ്ഫിറുല്ലാഹു ലഹു വലിവാലിദൈഹി, അല്ലാഹു തആല ഇദ്ദേഹത്തിനും പുറത്തു കൊടുക്കും, ഇദ്ദേഹത്തിന് മാതാപിതാക്കൾക്ക് കൊടുക്കും. മാഷാ അല്ലാഹ്. ഒരു വ്യക്തി, നേരത്തെ പറഞ്ഞ ഗുണങ്ങളുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും. ഉമ്മ ഉപ്പയും കൂടി രക്ഷപ്പെട്ടു. അപ്പൊ വലിയ പോലീസനല്ലേ. അപ്പൊ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചോളി, അത് ആഗ്രഹിക്കാതിരിക്കൊന്നും വേണ്ട, നന്നായി ആഗ്രഹം. അള്ളാഹുന്റെ റസൂലിനോട് സ്നേഹമുള്ളവർക്ക് എല്ലാവർക്കും അള്ളാഹുന്റെ റസൂലിനെ സ്വപ്നം കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഈ അക്കലത്തിൽ കാണാനും ആഗ്രഹമുണ്ടാവും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നബി തിരുനബി ദർശനം സ്വപ്നത്തിലും ഉണർവിലും
എന്നുള്ള അതിൽ വ്യക്തമായിട്ട് കുറെ കൂടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടത് എന്ത് അതിനൊന്ന് ചുരുക്കിയിട്ടാണ് ഇപ്പൊ പറയണെന്ന് മാത്രം. എന്ത് എങ്ങനെയൊക്കെ ദർശനങ്ങൾ ഉണ്ടാവാം, ഉണർവിൽ എങ്ങനെ ദർശനം ഉണ്ടാവാം, അതുപോലെ തന്നെ സ്വപ്നത്തിൽ എങ്ങനെയൊക്കെ ദർശനം ഉണ്ടാവാം, ഏതെല്ലാം ദർശനം എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ വിശദീകരിച്ചൊരു ചെയ്തിരുന്നു. വേണ്ടവർക്ക് അത് കാണാം, അത് കേൾക്കാം, ശ്രമിക്കാം. ഇവിടെ പറയണ എന്താണ്? മൂന്നാമത്തത് എന്താണ്? അള്ളാഹു താല അവനക്കും അവന്റെ മാതാപിതാക്കളും പുറത്തു കൊടുക്കും. മൂന്നാമത്തെ എന്താണ്? മരണവേദന ലഘൂകരിക്കപ്പെടും. കേട്ടാ, ചെറിയ സംഭവമല്ല. അള്ളാഹുന്റെ റസൂലിനെ നേരത്തെ പറഞ്ഞ ഗുണങ്ങളുള്ള ഒരാൾ, ആ തെക്കുവയുള്ള ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്ത തെക്കുവൊന്നും വേണ്ട, ആ ശരാശരി നേരത്തെ പറഞ്ഞ വിധത്തിൽ അദ്ദേഹത്തിന് മരണവേദന ലഘൂകരിക്കപ്പെടും. ഇതാണ് നാലാമത്തെ ഗുണം. അഞ്ചാമത്തത് എന്താണ്? ഖബർ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുകയും ചെയ്യും. ഒന്ന് മരണവേദന ലഘൂകരിക്കപ്പെടും. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെന്താണ്? മറ്റൊന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും, സുരക്ഷിതത്വം ലഭിക്കും. ഖബർ ശിക്ഷ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. മുത്തനബിയെ സ്വപ്നം കണ്ടാലേ ഖബർ ശിക്ഷ ഉണ്ടാവില്ല, മനസ്സിലാവുണ്ടാവും. പിന്നെന്താണ്? ആറാമത്തത് അന്ത്യനാളിലെ ഭയാനതകളിൽ നിന്നും സംരക്ഷണം ലഭിക്കും. പോരെ, നാളെ മാശറയിലുള്ള ഭയാനകത എല്ലാവരും പേടിച്ചിരിക്കുന്ന ടൈമില് ഇദ്ദേഹത്തിന് അതൊന്നും ഉണ്ടാവില്ല. അന്ത്യനാളിലെ ഭയാനകതകളിൽ നിന്നും സംരക്ഷണം അല്ല സംരക്ഷിക്കും ഇദ്ദേഹം, മനസ്സിലാവും. മറ്റതെന്താണ്? ഇരു ലോകത്തും മുത്തബജ്ജിക്കാം. ആള് വർക്കത്തുള്ള ആളായി. മുത്തുനബിയെ ഒരാൾ സ്വപ്നം കണ്ടാൽ, നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ആൾ സ്വപ്നം കണ്ടാൽ വർക്കത്തുള്ള ആളായി. എന്തെങ്കിലും വേണ്ടത് അതാ പറയണ. മുത്തുനബിയെ നമ്മള് ചില കാര്യങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിട്ട് അതിങ്ങനെ പരസ്യപ്പെടുത്തിയിട്ട്, ഈ പരസ്യപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നല്ല സ്വപ്നങ്ങൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ ആകാശത്തിലൂടെ അദ്ദേഹത്തിന് കൂടെ എപ്പോഴും ഒരു ഇതായിട്ട് ഇങ്ങനെ പറന്ന് കിളിയെ പോലെ, പക്ഷിയെ പോലെ പറന്നുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോൾ ഇയാള് അനർഹർക്ക് ഇത് വെളിവാക്കിയോ, അനർഹരിലേക്ക് ഇത് എപ്പോ ഇയാൾ വെളിവാക്കിയോ, അതോടുകൂടി ആ പക്ഷി വീണതുപോലെ ഇദ്ദേഹത്തിന്റെ സ്വപ്നവും വീണ് അതിന്റെ ബർക്കത്ത് ഇഷ്ടപ്പെട്ടു. ഇതാ പറയുന്നത്. ഇങ്ങനൊക്കെ എല്ലാവരോടും പറയാൻ പാടില്ല. അതിനാണ് ഞാനിത് പ്രത്യേകമായിട്ട് ഇതൊക്കെ പറയണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശൈഖിന്റെ ഇജാസത്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അള്ളാന്റെ ബാധ ബോധം ഉണ്ടെങ്കിൽ പറഞ്ഞു, അല്ല നിങ്ങൾ പറയണം, അല്ലെ അള്ളാൻ റസൂൽ പറഞ്ഞെങ്കിൽ പറഞ്ഞു, ഇനി ഇഞ്ചി പറഞ്ഞോളി എന്ന് അള്ളാൻ റസൂൽ പറഞ്ഞു. മനസ്സിലാവും? അല്ല, എന്തിനാണിത്? നമ്മൾ ഉള്ളതും കൂടെ ആ കൃത്യ ന്യാമത്തില്ലാതെ, മനസ്സിലാവും? അതാണ്. ഇനി ഇതിപ്പോ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ആളുകള്, മഹാന്മാര്, അതായത് മുഅ്മിൻ, അവരെല്ലാം മഹാന്മാരെന്നാണ്. ആ അവസ്ഥയിലുള്ളവരൊക്കെ മഹാന്മാരെന്നാണ്, മനസ്സിലായ? അള്ളാന്റെ ഔലിയാക്കൾ തന്നെയാണ് അവരൊക്കെ. നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള തെക്കുള്ള ആൾക്കാർ ആമായ ഒലിയാണ്. ഖാസായ ഔലിയാക്കളിലേക്ക് എത്തൂല എന്ന് മാത്രം. ഖാസായ ഒലിയൊക്കെ മശായഖന്മാരൊക്കെ ബൈഅത്ത് ചെയ്ത് പിടിച്ച് കൂടുതൽ മഅരിഫത്തിന്റെ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോകുമ്പോൾ ഖാസാവും, പിന്നെ ഖവാസായി, പിന്നെ ഖവാസുൽ ഖാസായി, പിന്നെ ഖാസുമിൻ ഖവാസുൽ ഖാസായി, ഇങ്ങനെ പദവികൾ ഔലിയാക്കൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ ബൈഅത്തും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പോ ഒരു ആമായ വിലായത്തിന് പോലും ഇന്നൊരു തെർബിയത്തിന്റെ ശൈഖ് ആവശ്യമായി വരാണ്. കാരണം ഈ ഹസദ്, കിബർ, ഉജ്ബ്, റിയാ, അതുപോലെ തന്നെ ദുനിയാവിനുള്ള മഹബത്ത്, അള്ളാന്റെ ഗഫലത്താവ്, അള്ളാന്റെ സദാ ഒരു പകുതിയിൽ 24 മണിക്കൂറിൽ 12 മണിക്കൂറിൽ കൂടുതലെങ്കിൽ അള്ളാഹനെ ഓർക്കണ്ടേ? അതൊന്നും ഇല്ലാതെ ഗാഫിലായിട്ട് കൂടുതൽ ദുനിയാവിന്റെ ചിന്തയുമായിട്ട് ഇവിടുത്തെ ഭൗതികമായ കാര്യങ്ങളും കുടുംബവും കാര്യവും ചിന്തയുമായി നടക്കുക. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇന്നൊരു തെർബിയത്തിന്റെ ഒരു ഗുരു ആവശ്യമാണ്. അവരെ ശിക്ഷണം ചെയ്ത് ഇങ്ങനെ കൈ പിടിച്ചു ഉയർത്താൻ ഇന്ന് അതിനും ആവശ്യമാണ്, മനസ്സിലാവണം. അതിൽ നിന്ന് രക്ഷപ്പെട്ടവരപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു തരും. അൽഹംദുലില്ലാഹ്, അല്ലാഹ് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതൊക്കെ വേണം. നമ്മൾക്ക് ഇതിപ്പോ എന്താ പറയാ, ആനപ്പുറത്ത് ഇരിക്കു പോകണം, ആൾക്കാരും കാണാൻ പാടില്ല. ഇതാണ് ഇന്നത്തെ ആൾക്കാർ. ബയ്യത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മാരിഫത്തിന്റെ കാട്ടിൽ ബയ്യത്തൊന്നും ചെയ്യാൻ പാടില്ല. ഈ ഉന്നതമായ ഔലിയാക്കളുടെ പദവിയിലേക്ക് എനിക്ക് എത്തണം. അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. ഹൃദയ ശുദ്ധീകരണത്തിന് അതിൻ്റെതായ ആളുകളുമായി ബന്ധപ്പെടും. നിങ്ങൾക്ക് സ്വന്തം ഹൃദയ ശുദ്ധിയാക്കാൻ പറ്റില്ല. അതിനാണ് മുറബിയ ശേഖന്മാരെ പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹൃദയ ശുദ്ധീകരണം ഉണ്ടാകുമ്പോഴാണ് ശരിയായിട്ടുള്ള ആ ദർശനമൊക്കെ ഉണ്ടാവുള്ളൂ, മനസ്സിലാവുന്നതാണ്. ഇനി മറ്റൊന്ന്, ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടില്ല, അതുകൊണ്ട് അയാൾക്ക് ഒരു കുറവില്ല. ചില മഹാന്മാര് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നവരെക്കാൾ ഉന്നത പദവിയിലുള്ള മഹാന്മാരിൽ അള്ളാഹുവിന്റെ റസൂലിനെ തീരെ കാണാത്തവരുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ട് കാരണത്താൽ
അവരെങ്ങാനും അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റൂല. അവർക്ക് താങ്ങാൻ പറ്റൂല. അവരുടെ ആകെ അവർ തളർന്നു പോകും. അങ്ങനെ അവര് എല്ലാവിധ സന്തുലിതാവസ്ഥ അവർ നഷ്ടപ്പെട്ടു പോകും. അവർക്ക് താങ്ങാൻ പറ്റൂല. അത് കാരണത്താൽ ചിലപ്പോൾ അള്ളാഹുത്താൽ എന്ത് ചെയ്യും, റഹ്മത്ത് ചെയ്ത്, അല്ലെങ്കിൽ മുത്തുനബി അവരോടുള്ള സ്നേഹം കാണത്താൽ അവരിലേക്ക് പ്രത്യക്ഷപ്പെടില്ല. അള്ളാഹുന്റെ റസൂൽ അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കില്ല. കാരണം എന്താ? ഇതാണ് സംഭവം. അവർക്ക് താങ്ങാൻ സാധിക്കാത്ത ആശിഫ്യങ്ങളായത് കാരണത്താൽ അവർക്ക് അള്ളാഹുത്താല ദർശനത്തെ കൊണ്ടുവരും. അപ്പം സ്വപ്നം കണ്ടില്ലാച്ചിട്ട് ആരും ബേജാറാവൊന്നും വേണ്ട. അതുകൊണ്ട് ഒരു കുറവില്ല, ഈമാനും തഖ്വയിലും ഒരു കുറവില്ല. സ്വപ്നം കണ്ടില്ലാച്ചിട്ട് സ്വപ്നം കാണലല്ല. സ്വപ്നം കണ്ടില്ലെങ്കിൽ മുത്തുനബിയും അള്ളാഹുവിന്റെ റസൂലും നമ്മളിലേക്ക് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ആണെങ്കിൽ, തൃപ്തിപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ, അത് കണ്ടില്ലെങ്കിലും അൽഹംദുലില്ലാ, അതാണ് ഉത്തമം. കണ്ടാലും നല്ല അൽഹംദുലില്ലാ, അള്ളാഹ് ബർക്കത്ത് ചെയ്യാം. മനസ്സിലാവും. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലാത്ത ആളുകൾ സ്വപ്നം കാണുകയാണെങ്കിൽ ശിക്ഷയുടെ മുന്നറിയിപ്പായിട്ടും വരും. ചിലപ്പോൾ അള്ളാഹു റസൂലിനെ സ്വപ്നം കണ്ടാൽ, അപ്പൊ നമ്മളിലേക്ക് സ്വപ്നം കണ്ടാൽ ഉടനെ നോക്കണം, ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ. ഉണ്ടെങ്കിൽ അത് തിരുത്താനാണ് റസൂലുള്ളാഹി സ്വപ്നം കണ്ടത്. തൗബ ചെയ്ത് മടങ്ങി തിരുത്താൻ നോക്കി. ജനങ്ങളോട് പറയാൻ തന്നെ നിൽക്കേണ്ടത്, ഇജ്ജ് തൗബ ചെയ്ത് തിരുത്താൻ നോക്കിക്കോളി. മനസ്സിലാവുന്നു. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പോ ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങളിൽ ഏറ്റവും സത്യവാനാകും ഏറ്റവും നല്ല സ്വപ്നം കാണുന്നത്. അതായത് നിങ്ങൾ ഏറ്റവും നല്ല സ്വപ്നം കാണുന്ന ഏറ്റവും നല്ല സത്യവാനായിരിക്കും. കൂടുതൽ സത്യസന്ധതയുള്ളവരാ കൂടുതൽ നല്ല സ്വപ്നം കാണുക മുത്തുനബി പറഞ്ഞു. അപ്പൊ സത്യസന്ധതക്കനുസരിച്ച് സ്വപ്നത്തെ വിലയും. അതൊരു ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത് ഒരു ഹദീസ് പറഞ്ഞു നിർത്താം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്, ഏറ്റവും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ കള്ളം, ഏറ്റവും വലിയ അപവാദം കാണാത്തത് കണ്ടതായി പ്രചരിപ്പിക്കലാണ്. ഹദീസാണ്. ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത തന്റെ ബുഖാരിയിൽ സ്വഹീഹിലുള്ള ഹദീസാണ്. എന്താണ് ഏറ്റവും വലിയ അപവാദം? എന്താണ്? കാണാത്തത് കണ്ടതായി പ്രചരിപ്പിക്കുകയാണ്. കാണാത്ത സ്വപ്നം കണ്ട് എന്ന് പറയാ. കാണാത്ത അനുഭവങ്ങൾ, അല്ല ഉണ്ടാവാത്ത അനുഭവങ്ങൾ, കാണാത്തതായ ദർശനങ്ങൾ കണ്ടതായിട്ട് പ്രചരിപ്പിക്കുക. ഏറ്റവും വലിയ അപവാദം, ഏറ്റവും വലിയ കള്ളം അതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ആരും ചെയ്യരുത്. അത് നമ്മളെല്ലാവരും കാത്തു സംരക്ഷിക്കട്ടെ. മുത്തുനബിയുടെ അള്ളാഹ് തൃപ്തിപ്പെട്ട നിലയിലുള്ള മുത്തുനബിയുടെ ദർശനം കൊണ്ട് അള്ളാഹ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും മുത്തുനബിയെ ദർശിക്കുവാനും അവരോട് അള്ളാഹ് തൃപ്തിപ്പെട്ട നിലയിൽ, ലോകത്തും സന്തോഷത്തോടെ അള്ളാഹ് തൃപ്തിപ്പെട്ട നിലയിൽ അവർക്ക് ഹിദ്മത്ത്, അവരെ സഹവസിക്കാനും ഹിദ്മത്ത് ചെയ്യുവാനും അവിടെ തൃപ്തിപ്പെട്ട ഖാദിമീങ്ങളാവാൻ അള്ളാഹ് നമുക്ക് എല്ലാവരും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മശായിഖന്മാരുടെ പദവികൾ, ദർജാത്തുകൾ അള്ളാഹു തആല നാൾ ഉയർത്തട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.